ഇങ്ങനെ ഉണ്ടായിരുന്ന എന്നെ ഈ ഒരു ലുക്കിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യിപ്പിച്ച ഒരു മേക്ക് ഓവറാണ് നിങ്ങൾ ഇന്ന് വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. കണ്ണു തുറന്ന് നോക്ക്, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറി വരുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് മേക്ക് ഓവറിന് ഒരു പെർഫെക്റ്റ് പ്രീ പ്ലാൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നോക്കാം നമുക്ക്. അതായത് തന്നെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഇതിൽ പൊട്ടിച്ചിടാൻ വേണ്ടി പോവാണ്. കൂടി പോരാ ഗൈസ്, ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും കളർ കിട്ടുന്നു. പകുതി ഇട്ടപ്പത്തിന് ഇത്രയും കളർ കിട്ടി. ഞാൻ ഇത് തികഞ്ഞില്ലെങ്കിൽ ഒരു പാക്കറ്റും കൂടി മേടിക്കാന്ന് വിചാരിച്ചു. ഇതൊരു വൈറ്റ് ടീഷർട്ടാണ്, കാപ്പി പോലത്തെ ഒരു പാന്റാണ്. അപ്പൊ ഇത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇതിൽ മുക്കി വെക്കാം. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്യൂം ഒരു പഴകിയ ലുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ മേക്ക് ഓവറിസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ നാളെയാണ് നമ്മളുടെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഷർട്ട് കൂടി കിട്ടാനുണ്ട്. രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഫ്രണ്ട്സിനോട്, ലൂസ് ആയിട്ടുള്ള ഒരു ഷർട്ടും കൂടി വേണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ നിങ്ങൾ എക്സൈറ്റഡ് ആവുന്ന വിശ്വസിക്കുകയാണ്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മേക്ക് ഓവറിലേക്ക് ഞാൻ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി എടുത്തിട്ട് വെയിലത്ത് വിരിക്കണം. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ ആ ഒരു കളറൊക്കെ അതിൽ സെറ്റായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുടി പോരാ, കുറച്ചധികം മുടി വേണം. അത് നമ്മൾ കുഴപ്പമില്ല, നമ്മൾ വിഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ ഈ ഒരു താടി ഞാനാണെന്ന് ഒരിക്കലും മനസ്സിലാവരുത് എന്നുള്ള ലെവലിലേക്ക് മാറ്റാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. തുടങ്ങി. അപ്പൊ നമ്മളുടെ മേക്ക് ഓവർ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ എന്റെ ഇപ്പത്തെ കോലം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെന്താ. തീർച്ചയായും ഇതാണ് എന്റെ ഇന്നത്തെ കോലം. ഒരു ഉള ലുക്കിലാണ് ഇപ്പൊ നിലവിലുള്ളത്, പക്ഷെ ഇതിനും ഉള ലുക്കിലേക്ക് മാറ്റും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഷർട്ട് ഞാൻ ഒരാളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലൂസ് ഷർട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കിടക്കായിരുന്നു, ഇനി എങ്ങനെയാണ് ഇത് ലുക്ക് ആവുക. ഞാൻ വീഡിയോനെ പറ്റി ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു. എനിക്ക് റെഫറൻസ് അയച്ചൊരു ഫോട്ടോ ഏകദേശം അതുപോലെ ആവൂലേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ആ ഒരു ഏകദേശം ആ ഒരു ലുക്കിലേക്കാണ് മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ കോൺഫിഡന്റ് ആണ്, കാര്യം അന്നത്തെ മേക്ക് ഓവർ ഉണ്ടല്ലോ, നമ്മള് ലാസ്റ്റ് ചെയ്തൊരു മറ്റേ ഹലോവിൻ മേക്ക് ഓവർ ഉണ്ടല്ലോ, ഈ സൈഡിൽ കളറ് കറക്റ്റ് ബ്ലഡ് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കുറെ പേര് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ശേഷം ഈ ഒരു ബെഗറായിട്ട് ഒരുപാട് ചലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഒരു 9 ചലഞ്ചുകൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചലഞ്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും. വീക്കും കാര്യങ്ങളൊക്കെ ചീകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അത് അർഷാദ് ബ്രോ മുന്നേ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ഞാൻ പറഞ്ഞതുപോലെ. പിന്നെ അതുപോലെ തന്നെ ഫിലിമിനും അതുപോലെ കുറെ പരിപാടികൾക്കൊക്കെ മേക്ക് ഓവർ ചെയ്യണതാണ്. ഇപ്പൊ ലാസ്റ്റ് ഫ്ലവേഴ്സിന്റെ പരിപാടിയിലായിരുന്നില്ലേ. ഇത് ഐറ്റം വേറെ ലെവല്. നമ്മുടെ ജിയോ ഒക്കെ ആങ്കർ ചെയ്യുന്നത്. ഫിലിം പൈങ്കിളി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനി ഇറങ്ങാനുള്ളത് കപ്തനാരുണ്ട്, വേറെ രാജകുമാരി എന്ന് പറഞ്ഞിട്ടൊരു പടം. ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് ശുക്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിപിൻ ജോർജ് ഒക്കെ. ഞാൻ കുറെ മുന്നേ മുതൽ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത്. വേറെ പല കാര്യങ്ങളായിട്ട് ലൈഫിൽ ബിസി ആയി പോയി. പക്ഷെ ഇപ്പൊ ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു കമ്മിങ് ബാക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. മറ്റേ വർക്ക് കഴിഞ്ഞപ്പോൾ മുതൽ പ്ലാൻ ചെയ്യണം. സത്യം മറ്റേ വീഡിയോ കഴിഞ്ഞ മുതൽ പ്ലാൻ ചെയ്യാണ്. പക്ഷെ ഇപ്പോഴാണ് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആ 1.5 വർഷം ഞാനൊരു ബ്രേക്കിലായിരുന്നു. എന്തായാലും പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് പഴകിയ എന്തെങ്കിലും ഒരു മുറിവ് പരിപാടികളൊക്കെ പിടിക്കാം. അതായത് മുമ്പ് പറ്റിയിട്ടുള്ള ഒരു മുറിവ്. അത് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാവാം, അല്ലെങ്കിൽ ചിലപ്പോ എവിടെയെങ്കിലും വീണതാവാം. അങ്ങനത്തെ ഒരു പഴകിയൊരു മുറിവും പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് റഫ് ലുക്കും ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഓടിക്കണം. എന്നിട്ട് മനസാക്ഷിയുള്ളവരാരാന്നുള്ളത് നമുക്ക് തിരിച്ചറിയാലോ. കുറച്ച് ചലഞ്ചുകളൊക്കെ ഫ്രണ്ട്സ് തന്നിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഒരു 9 ചലഞ്ചൊക്കെ തന്നിട്ടുണ്ട്. ഐഫോൺ ആൻഡ് ലാപ്ടോപ്പ്, ബെഗറായിട്ട് ഐഫോണും ലാപ്ടോപ്പും മേടിച്ചിട്ട് പബ്ലിക്ക് പോണ ഒരു സംഭവം. പിന്നെ QR കോഡ് ആൻഡ് സ്വൈപ്പിംഗ് മെഷീൻ, സ്റ്റാർബക്സ്. ഇവിടെ അടുത്ത് സ്റ്റാർബക്സ് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. തൃശ്ശൂർക്ക് പോകണം തോന്നുന്നുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ 9 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ചലഞ്ച്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോക്ക് ശേഷം അടുത്ത എപ്പിസോഡിലായിരിക്കും ഈ വീഡിയോ കാണുക. അപ്പൊ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. അപ്പൊ ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. എന്റെ ഈ ഒരു ഫുൾ മേക്ക് ഓവർ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, ആദ്യം താടി നമുക്ക് സ്യൂട്ട് ആവാൻ നോക്കി, പക്ഷെ അത് ഓക്കെ ആയിരുന്നില്ല.
വേറെ നല്ല വിശേഷമാണ്. വിശേഷം തന്നെ ഒരു ബ്രേക്ക് വന്ന് കുറച്ച്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കുഴപ്പമില്ലല്ലോ അത്യാവശ്യം. ഇൻസ്റ്റഗ്രാമിൽ വലിയ കുഴപ്പമില്ല. ഇപ്പം മെയിനായിട്ടേ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ വന്നല്ലോ. പണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഷോർട്സ് പറഞ്ഞ സംഭവം ഇല്ല. അപ്പോൾ അത് ഷോർട്സ് വന്നപ്പോൾ ലോങ് വീഡിയോ വലിയ ഇൻട്രസ്റ്റഡ് അല്ല ആൾക്കാർക്ക് കണ്ടിരിക്കാൻ. പിന്നെ അത്രയും വീഡിയോ നന്നാവുമ്പോൾ റീച്ച് ആവുന്ന മാത്രം. നമ്മുടെ കയ്യിൽ 2 മുടി ഉണ്ട് അല്ലേ, ഒന്ന് ഈ ചെമ്പമുടിയും ഒന്ന് ബ്ലാക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ് നമുക്ക് സ്യൂട്ടാവാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ, അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്തല്ലേ. ആ ഇപ്പം തന്നെ വേറെ ആരോ പോലെ ആയിട്ടുണ്ട് മുടി മാറിയപ്പോൾ. ഓക്കെ, താടി വന്നു കഴിഞ്ഞാലോ താടി ഉള്ള താടി ഇതാക്കാല്ലേ. എവിടെ വായോ, വീട്ടിലേക്ക് പോയോ? സ്റ്റാർട്ടിങ് മുതൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു അതിഥി നമ്മളെ ഫോൺ കോളിലുണ്ട്. അപ്പോൾ ആളിന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗസ് ചെയ്തോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. വേഗമായോ? എൻ്റെ വീഡിയോ ഇല്ല അന്ന് ഉണ്ടായിരുന്നില്ല. എൻ്റെ വീഡിയോയിൽ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങുന്നത് മുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ഒരാളാണ്. എൻ്റെ വീഡിയോ എടുത്തു തന്നിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്തായിരുന്നു. അങ്ങനൊരു ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗസ് ചെയ്തോ. അപ്പോൾ ആൾ വരുന്നുണ്ട് വീഡിയോയിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം. ആ അത് ഇടാല്ലേ. കോഫിപ്പൊടി ഇട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഉണക്കിയെടുത്തതാണ് ടീഷർട്ട്. ഇത് ഈ ഭാഗല്ലേ വെച്ചാല് തിരിക്കാതെ അങ്ങനെ ഇട്ട്. അപ്പൊ ആ ഭാഗം ഇത് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഷർട്ട് ആകുമ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ ഇതൊരു ട്രാക്കാണ്. ഇതാദ്യം നമ്മൾ എന്താ ചെയ്യണത്? സൺസ്ക്രീനിലെ ഇവിടെ ഈ കരിയറിന്റെ തുടക്കം എവിടുന്നാ? പ്രയാണം എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട് സൂര്യ ടി വിയിൽ. പൂർണിമ നെടുമുടി അവരൊക്കെ അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ആശാൻ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഉണ്ടായിരുന്നു, നിഷാദ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിപ്പോ മീഡിയ വന്നില്ല. ഞാൻ 2012 വരെ മീഡിയ ഉണ്ടാവും. പിന്നെ അവിടെ റിസൈൻ ചെയ്ത് പോകുന്നു. കാരണം നമ്മളൊരു തുടക്ക സമയമല്ലേ. മാക്സിമം പുറത്തിറങ്ങി കൂടുതൽ വർക്കുകളൊക്കെ ചെയ്യാന്നുള്ളൊരു ചിന്തപ്പാട് അവിടെ നിന്ന് നല്ല ഇറങ്ങി ബ്രോ ഏതൊക്കെ ടൈപ്പ് മേക്ക് ഓവർ ചെയ്യും? നല്ല പരിപാടി. നമ്മുടെ അടുത്ത് എന്താണോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല എന്ന് നമ്മൾ ഇന്നവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഭരതനാട്യമാണെങ്കിലും കുച്ചിപ്പുടി ആണെങ്കിലും ഇപ്പോൾ ഒപ്പനയാണെങ്കിലും കല്യാണ പരിപാടി ആണെങ്കിലും എല്ലാ പരിപാടി സിറ്റുവേഷൻ ആണല്ലോ മേക്കപ്പ്. നമ്മൾ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു കല്യാണ പരിപാടി വന്നെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു മേക്കപ്പ് കുടിക്കും. മരണ വീടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മൂടി. പറയുന്ന സാധനങ്ങൾ നമ്മൾ പറയുന്ന സമയത്തേക്ക് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ പണി കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റാത്ത പരിപാടികൾ നമ്മൾ അറിയാവുന്നവരെടുത്ത് ചോദിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാറുണ്ട്. ഏറ്റവും ടാസ്ക് പിടിച്ചിട്ടുള്ള ഒരു പണി ഏതായിരുന്നു? എനിക്ക് അങ്ങനെ ടാസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് മെറ്റീരിയൽ കിട്ടിയാൽ നമുക്ക് അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്തെടുക്കാവുന്ന പ്രോഡക്റ്റാണ് നമുക്ക് ഔട്ട് വരുന്നത്. ചിലവർ നമ്മുടെ അടുത്ത് ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെറിയ പരിപാടികളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ലാസ്റ്റിംഗ് ഉണ്ടാവും. നമുക്കൊരു പെട്ടെന്ന് നമ്മളൊരു മുറിവിന്റെ കാര്യം പറയും, അത് പറയാതെ പെട്ടെന്നൊരു മുറിവ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബഡ്സിന്റെ മുകളിൽ കോട്ടൺ വരെ എടുത്തിട്ട് നമ്മൾ മുറിവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അത് പെർഫെക്റ്റ് ആയിരിക്കും. ഒരു സമയമാണത്. ചില സമയത്ത് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായാലും കയ്യിൽ നിന്ന് പോകുന്ന ചില സമയങ്ങൾ. നമ്മൾ അന്ന് മുറിവ് പോലെ ഉണ്ടാക്കിയില്ലേ, അത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു? അത് നമ്മൾ ലാറ്റക്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, വാക്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടാവില്ല അല്ലേ? കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ
കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ എന്തായാലും കാണട്ടെ ആ വീഡിയോ. അതിപ്പോൾ എടുത്തു വന്ന് നോക്കിയാൽ പോലും ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിലായിരുന്നു സാധനം. അന്ന് ബ്രോ റെഫറൻസായി അയച്ചു തന്ന ഫോട്ടോസൊക്കെ കിളി പാറിയതായിരുന്നു. നമ്മൾ ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് ചെറുതാക്കിയിട്ടേ ചെയ്തോളൂ, മറ്റേതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ആൾക്കാരൊന്നും അംഗീകരിക്കില്ല. നമ്മള് നമ്മുടെ നാട്ടിലുള്ളവർ കണ്ടു കഴിഞ്ഞാൽ തോന്നരുത്. നമ്മളന്ന് ഹെലോവീനായിരുന്നു ആ സമയം. അപ്പൊ അതിന്റെ ഒരു മേക്ക് ഓവർ ചെയ്തതാണ് ഹെലോവീൻ പ്രമാണിച്ചിട്ട്. പക്ഷെ അത് നല്ല റെസ്പോൺസ് കിട്ടി, ആൾക്കാരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, നന്നായിരുന്നു മേക്ക് ഓവർ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അയ്യോ കളർ ആകെ ചേഞ്ച് ആയല്ലോ, കളർ ചേഞ്ച്. ടാൻ അടിക്കുന്ന ഒരു സാധനമാണ് ഇതിന്റെ മുകളിൽ വേറെ ഷെയ്ഡ് കൊടുക്കുന്നത്. നമ്മള് സാധാരണ ഒരു നോർമൽ ടാൻ അടിക്കാൻ അറിയില്ലേ, ആ ഒരു ടോണാണ്. ആൾക്കാർ വിചാരിക്കും ഈ ഏരിയയിൽ പുതിയൊരു പിച്ചക്കാരൻ ഇത് കണ്ടിട്ടില്ലല്ലോ. ബംഗാളി ടച്ച് കൊണ്ടുവരാൻ പറ്റുന്ന നോക്കണം. ഞാൻ അന്ന് ഈ സംഭവം പറഞ്ഞു തന്നെ ഞാൻ വണ്ടി കൊണ്ട് അതേപോലെ പൊള്ളാച്ചി പോവാണ്. പൊള്ളാച്ചി പോകുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ആലത്തൂർ എത്തി കഴിഞ്ഞപ്പോ ഞാൻ ഒരു പയ്യനെ കണ്ടു. അങ്ങനെ ഇതേപോലെ ഫുൾ ടാൻ അടിച്ച് ഒരു ലുങ്കി, ഒരു കാക്കി പാന്റ്, അങ്ങനെ ഒരു പയ്യനായിരുന്നു. അപ്പൊ ഞാൻ ലുങ്കി ഒരെണ്ണം സെറ്റ് ആക്കിയിട്ടുണ്ട്, ഒരു ഗ്രീൻ. ഞാൻ ഫോട്ടോ അയച്ചില്ലേ, അത് ഇവിടെ ഉണ്ട്. അവനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അപ്പൊ നിന്റെ കാര്യം ഓർക്കണം. അപ്പൊ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു റഫറൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. നമുക്കിനി കൈ ഷർട്ട് ഏത് വരെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഷർട്ട് എന്തായാലും ഫുൾ കൈ പറഞ്ഞേക്കണ്. ലൂസ് ഷർട്ട് അല്ലേ? ലൂസാ പറഞ്ഞു. ഇവിടം വരെ എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് കളർ ചെയ്യാം. ഇവിടെ നിന്നില്ലേ ഫേസിന്റെ പരിപാടികൾ ഫുള്ളായിട്ട് തീർക്കാം. ഫുള്ള് ചെയ്തതിന് പിള്ളാച്ച നമ്മളെ ഇതിന് ഷർട്ട് വന്നിട്ട് ബാക്കി പരിപാടി. ഇതിപ്പോ നമ്മള് ഒന്നുകൂടിയും ഡാർക്ക് ആക്കാന് ഡാർക്ക് പരിപാടികളും മുറിവിന്റെ പാടല്ലേ? ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള പാടത്. ഇതിപ്പോ നമ്മള് വാക്സ് മുടി ശരിക്കും ഡിസ്റ്റർബൻസ് ഇത് നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടെടുത്തിട്ട് ഭയങ്കര കുറച്ചൊന്നും നേരെ താടി നമ്മൾ നിരപ്പിക്കാൻ പോവാണ്. ഫുള്ളായിട്ടില്ല, കുറച്ച് ഓരോന്നൊക്കെ ഇട്ട്. എന്താ യൂസ് ചെയ്യണേ താടി നിര വരാൻ? സിൽവർ ഗ്രേ. അപ്പൊ ഗൈസ് നമ്മൾ ഓരോ മുടികൾ എടുത്ത് കറുപ്പിക്കാൻ പോവാണ്. മൊത്തത്തിലല്ല, മൊത്തത്തിൽ കറുപ്പിച്ച ഒരു ഫീല് കിട്ടില്ലല്ലേ? കാണാണ്ടെന്ന് അറിയില്ല. കൈ എന്തായാലും ഫുൾ കൈ ഇടുമ്പോ ഈ ഒരു ലെവലിലേക്ക് ഗൈസ് ഇതാണ് ഇപ്പൊ എന്റെ നിലവിലുള്ള ഫേസിന്റെ ലുക്ക്. താടിയൊക്കെ ചെറിയ രീതിയിൽ ഒരു വെളുപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, കാണാണ്ടെന്ന് അറിയില്ല. കറുപ്പിക്കുക ബോഡി ഷേമിങ് അങ്ങനല്ല, നമ്മൾ ഒരു കുളിക്കാത്ത ചളി പിടിച്ച ടോൺ കളറിന് ഇതാക്കി എല്ലാരും ചിന്തിക്കുമ്പോ എന്താ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവന്ന് പറഞ്ഞു അപ്പൊ കറുപ്പിക്കും, അല്ലെങ്കിൽ അതെ 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 എന്താ പറയാ പിച്ചക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കറുപ്പിക്കും. അങ്ങനൊന്നുമില്ല, നമ്മള് മണ്ണിലൊക്കെ കിടന്നിട്ടുള്ളൊരു ടാൻ്റെ ഒരു അത് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാലം കൂടി നമുക്ക് ആ സമയം ഷർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റമീഷാനോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ഗസ്റ്റ് അല്ലേ, നമ്മളെ വീഡിയോ ആദ്യം മുതലുള്ള ഒരാളാണ്. അപ്പൊ അവനോടും പറഞ്ഞിട്ടുണ്ട് ആരാണ് കൊണ്ടുവരാൻ നമുക്ക് നോക്കി നോക്കാം. രണ്ടുപേരും കൊണ്ടുവരും, പക്ഷെ എപ്പോ കൊണ്ടുവരും എന്നുള്ളതിലാണ് കാര്യം. പെട്ടെന്ന് ഇനിയിപ്പോ ആദ്യം ഒരാൾ കൊടുത്തിട്ട് അത് നമ്മൾ ഇട്ടിട്ട് അത് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കൊണ്ടുവരുമ്പോ അതിന് അടിപൊളി സാധനമാവും.
പിന്നെ ഒരു മുറിവിന്റെ പാട്, അത് എവിടെ നമ്മൾ കൊടുക്കുക? ഇവിടെയാണോ? എവിടെ? സൈഡ്, അതായത് കുറച്ച് പഴക്കം ചെന്നൊരു മുറിവ്. പിന്നെ ചുണ്ടിന്റെ റെഡിഷ് ഒക്കെ ഒന്നുകൂടി കവർ ചെയ്യാൻ. ഇതെന്താണ്? ആർടെക്സ് ആ, എന്താ വെച്ചിട്ടാണ് നമ്മള് മുറിവ് ഉണ്ടാക്കണല്ലേ? മുറിവ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ പ്രോസ്തെറ്റിക്കിന്റെ പീസുകളൊക്കെ വെക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ബാഗ് തന്നപ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ ഇത്രയും സെറ്റപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലായത്. ബാഹുബലി വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള സാധനങ്ങൾ ഓരോ സ്കിൻ ടോണിന് ഓരോ ഇത് വേണല്ലേ? ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടു നടക്കാറില്ല. ബ്രൈറ്റ്, ഡാർക്ക്, ലൈറ്റ്, ഈ 3 ഷെയ്ഡ് ഉണ്ടാവും. എപ്പോഴും അത്യാവശ്യം നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു 3 ഷെയ്ഡ് പിടിച്ചിരിക്കും. ഇരുന്നതിനനുസരിച്ച് അത് മേടിക്കും. നമ്മളൊരു 10-200 ടോണൊക്കെ മേടിച്ചിട്ട് വെറുതെ ഡേറ്റും കഴിഞ്ഞിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും ഉപകാരമില്ല ഉണ്ടാക്കി. 3 ടോണ് മതി ശരിക്കും. ഈ കളറൊക്കെ മിക്സ് ചെയ്യണുണ്ട്. നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരാളുടെ സ്കിൻ ടോൺ കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം. ഇത് ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാധനം, ബ്രൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാധനം. അതിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് ചില വീഡിയോ കാണാറില്ലേ, പെയിന്റ് കടയിൽ പോയിട്ടൊരു സാധനം കൊണ്ടുപോയി കൊടുക്കുന്നു, അയാള് നോക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഇത് വണ്ടി ഇല്ലാന്നുള്ളൂ. ഇത് ആൾക്കാരാണ്. എവിടെയായിരുന്നു ഷർട്ട് കൊണ്ടുവരാറുണ്ട്? ഇതെന്താ പാട്? അറിയില്ല, ഞങ്ങൾ ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് റമീഷ. ഇന്ന് വേറൊരു നമ്മളെ വീഡിയോയിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, പറയല്ലേ, വരുമ്പോ കാണിച്ചു കൊടുക്കാം. ഈ ഷർട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ആ പൂച്ചത ഉള്ളിൽ കയറിപ്പോണ്. ഷർട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്, എന്നാലേ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ വഴിന്ന് കയറിയതാണ്. ക്ലിപ്പ് മേടിക്കാൻ വേണ്ടിട്ട് പോയപ്പോ വണ്ടിയിൽ കയറിയിരുന്നു അല്ലേ? അതിനെ തിരിച്ചു പോകുമ്പോ അവിടെ തന്നെ കൊണ്ടുവരും. എങ്ങനെയുണ്ട് ഇതുവരെ ചെയ്ത്? എങ്ങനെയുണ്ട്? കാണിച്ചിട്ടുണ്ട്. ഇനി ഷർട്ട് വെച്ചിട്ടാണ് ബാക്കിയുള്ള റമീഷ കൊടുന്ന ഷർട്ട് നമുക്ക് സ്യൂട്ടബിൾ അല്ല, ചൈനീസ് കോളർ ആയ കാരണം. ഇനിയിപ്പോ നമ്മള് ചെയ്യാൻ പോണത് മുറിവിന്റെ ആർടെക്സ്. ചെറുതായിട്ട് അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ ഒരു അതിഥി, നമ്മളെ തുടക്കകാലത്ത് ഉണ്ടായിരുന്ന അതിഥി വന്നിട്ടുണ്ട്. നോക്കാം. ഹായ്, എന്നെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ആഫ്റ്റർ എ ലോങ് ടൈം UK നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ സൈത്താൻ്റെ റിയൽ നെയിമാണ് കുറെ പേര് ചോദിക്കണത്. 1 മില്യനായി റിയൽ നെയിം, 2 മില്യന് റിവീൽ ചെയ്യാം അല്ലേ? ബൈ കം. മേക്ക് ഓവറിലാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ബാക്കി മേക്ക് ഓവറിലേക്ക് കിടക്കാം. അവനൊരു ഷർട്ട് കൊടുത്തിട്ടുണ്ട്, അത് കൊള്ളില്ല എന്നുള്ള നമുക്ക് നോക്കി കാണാം. ഞാൻ റെഫറൻസ് ഇല്ലേ, ആ ഫോട്ടോ അവന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. നോക്കട്ടെ. ആ, കുറച്ച് വലുപ്പമുണ്ട്, പക്ഷെ ഇത് പുതിയതുപോലെ ഉണ്ടല്ലോടാ. നോക്കി നോക്കും. ഇടണ ചളിയിലിട്ടിട്ട് ഒന്ന് തേമ്പിട്ട് വാ. താഴത്ത് അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ടേ ചളിയിലിട്ട് ഒന്ന് തേമ്പ്. അത് ഓക്കെയാണ്, ലൂസ് ഉണ്ട് അല്ലേ? കാണിച്ചെടുത്ത് അതിപ്പോ കടയിൽ പോയപ്പോ കേറി വന്നാ, ക്ലിപ്പ് മേടിക്കാൻ പോയപ്പോഴേ. അത് കുറച്ച് ഇങ്ങോട്ട് പിടിച്ചാലേ കാണുള്ളൂ. അതില് ഒരു പേരിട്. ഈ വീഡിയോക്ക് 10K ലൈക്ക് ആയാൽ ഞാൻ അതിനെ അഡോപ്റ്റ് ചെയ്യും അല്ലേ? 10K ലൈക്ക് ആയാൽ ഞാൻ അഡോപ്റ്റ് ചെയ്യും. ഇവിടെ ഇവിടെ ആയിട്ടൊരു പഴകിയ മുറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ, ചുണ്ടുമുണ്ട്.
അവന് എവിടെയൊക്കെ കൊണ്ട് ഇറച്ചിട്ട് വരുന്നുണ്ട്. വെള്ളത്തിന് നനച്ചാ പാട്ടുകാരനാണോ? അതോ നല്ല കളറില്ലേ? ഇതിനും കൈ പിടിച്ച് കിടന്നാലോ? അപ്പൊ ഇവര് എനിക്ക് കുറെ ചലഞ്ചുകള് ഡയറുകളൊക്കെ തരാൻ വേണ്ടി പോവാണ്. അപ്പൊ അതൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഐഫോണും ലാപ്ടോപ്പായിട്ട് പബ്ലിക്ക് നടക്കുക. ഓ ഇംഗ്ലീഷ് സംസാരിക്കുക, പിന്നെ പബ്ലിക്കിൽ ഡാൻസ് ചെയ്യുക, ഫുഡ് വാങ്ങി വന്നാൽ 1000 രൂപ കൊടുക്കുക, പിന്നെ കാറായിട്ട് ഇത് റമീഷ് തന്നെ. ഇനിയും വേണോ? 9 നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ കയറി വില കൂടിയ സാധനം വാങ്ങുക, പിന്നെ സ്റ്റാർബക്സിൽ കയറിയിട്ട് കോഫി വാങ്ങുക. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വില കൂടിയ നെറ്റ്സ് മേടിക്കാം. ആവശ്യമുണ്ട്. സ്റ്റാർബക്സ് തൃശ്ശൂരാ, അങ്ങോട്ട് പോകേണ്ടി വരും. ഞാനും സൈത്താനും വിപിൻ കരിപ്പാനും കൊടുത്ത കുറച്ച് ചലഞ്ചുകളാണ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഞാൻ എന്റെ വെല്ലുവിളിക്കാണ്. എന്നോട് നടക്കില്ല. ഞാൻ ആരോട് പറയണ പോലെ നടക്കില്ല. 9 എണ്ണാണ് ഇവര് തന്നിരിക്കണ ചലഞ്ച്. എന്നെ വെല്ലുവിളിക്കാണ്. നോക്കാം. അതെ അതെ, ശോഭയില് സ്റ്റാർബക്സ് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണെങ്കിൽ അടുത്ത എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സൂപ്പർ മാർക്കറ്റിൽ കയറ്റൂടെ ഈ കോലത്തില്? ഇന്നലെ ഒരു പിച്ചക്കാരൻ ഇങ്ങനെ പോയി, എന്തുകൊണ്ട് കയറ്റിയില്ല? നമ്മളുടെ ഒരു ദേശീയ ഷർട്ട് ഉണ്ടായിരുന്നു. അതെവിടെയാണോ? അത് ബൈക്കിന്റെ വീഡിയോയിലും വണ്ടിയുടെ സീറ്റുമ്മ എന്തായാലും കവറ് തുണി എന്തായാലും ഇടേണ്ടി വരും ഇരിക്കാൻ. രണ്ട് ചെരുപ്പ് രണ്ട് പോലത്തെ, അതാണ് പ്ലാന്. ഓ ഗൈസ്, കാണാണ്ടത് എനിക്കറിയില്ല കറക്റ്റ്. എങ്ങനെയുണ്ട് ഈ പറയ്? 10ൽ എത്ര മാർക്ക്? 10ൽ 10. 10ൽ 12. 10ൽ എത്ര? 10ൽ എത്ര? എന്ത് കുപ്പി? വെള്ളം. അതാ അവിടെ നിന്ന് പറക്കാം. വന്ന സമയത്തേ ഒരു ഇതെന്താ സെറ്റ് ആയിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നിയല്ലോ. തുടങ്ങിണ്ടായിരുന്നില്ലല്ലോ. തുടങ്ങിണ്ടായിരുന്നില്ല. മുഖത്ത് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പോ വേറെ ലെവല്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. ഞങ്ങളിപ്പോ ഇത് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരിക്കലും പുറത്തുനിന്ന് ഒരാൾക്ക് പൈസ ഒന്നും ഒരിക്കലും മനസ്സിലാവില്ല. അങ്ങനെ എന്റെ വിശ്വാസം. എനിക്ക് എപ്പോഴും മനസ്സിലാവണം. ഞാൻ നല്ലോണം ഇങ്ങനെ നോക്കണം. ഞാനും സംഭവം അടിപൊളിയാണ്. അപ്പോ എന്റെ ബിഫോർ ആഫ്റ്റർ ചേഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കാണ്. അപ്പൊ ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കുക. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലാണ് ഈ പറഞ്ഞ 9 ചലഞ്ച് എനിക്ക് ഇവരെ എഴുതി തന്നിട്ടുണ്ട്. ഈ ഒരു ചലഞ്ചാണ് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്തിരുന്നോ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചോ. ബൈ പറഞ്ഞു. ബൈ. ഞാനിപ്പോ വന്നതാണ് ഒരു പെൺകുട്ടിയുടെ പ്രപ്പോസ് ചെയ്യണം. റോസാപ്പൂ കൊടുത്താൽ മതിയാ? പ്രപ്പോസ് ചെയ്ത് അവര് നിക്കില്ല, ഓടും ഈ ലുക്കില്. റോസാപ്പൂ കൊടുക്കാം. റോസാപ്പൂ കൊടുക്കാം. അപ്പൊ 10ാമത്തെ ആയിട്ട് റോസാപ്പൂ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ചലഞ്ചുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഫൈനലായിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ആ ഒരു ചലഞ്ച് കൂടിയും ചെയ്യാം. ചത്ത. അപ്പൊ ഇതാണ് ആഫ്റ്റർ ലുക്ക് കേട്ടോ. ഇതില് ചെറിയൊരു മുറിവിന്റെ ഒരു പഴയ മുറിവിന്റെ ഒരു ഇതാക്കിണ്ട്, ഇതിലും ആക്കിണ്ട്. അപ്പൊ ഇനി പറഞ്ഞ ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. സമ്മതിക്കണല്ലേ? അപ്പൊ ഈ പറഞ്ഞ ചലഞ്ചുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ടാസ്കുകള് വൈകിട്ടാകുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.